Hi, my dear students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോയുടെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി പേപ്പറിൽ യൂണിറ്റ് 4, അതായത് പെർസെപ്ഷൻ, ടൈപ്സ് ആൻഡ് എറേഴ്സ്. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് പെർസെപ്ഷൻ, സെൻസേഷൻ എന്താണ്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ, അതുപോലെ തന്നെ ജെസ്റ്റാൾട്ട് ലോസ് ഓഫ് പെർസെപ്ഷൻ ഓർഗനൈസേഷൻ, ഇതെല്ലാം പഠിച്ചുല്ലേ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെർസെപ്ഷൻ, അതായത് ഡെപ്ത് പെർസെപ്ഷൻ, ഡിസ്റ്റൻസ് പെർസെപ്ഷൻ, സൈസ് പെർസെപ്ഷൻ, മൂവ്മെന്റ് പെർസെപ്ഷൻ, അതുപോലെ ടൈപ്സ് ഓഫ് പെർസെപ്ഷൻ, അതുപോലെ തന്നെ എറേഴ്സ് ഇൻ പെർസെപ്ഷൻ, അതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങിയാലോ. So, depth perception. Depth perception refers to one's visual ability to perceive the world in 3 dimensions and thus enabling us to judge the distance of an object. അപ്പോൾ ഡെപ്ത് പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും ഒരു 3 ഡയമെൻഷണൽ വ്യൂവിൽ നമ്മളെ കാണാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഡെപ്ത് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ദെയർബൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളുടെ ഡിസ്റ്റൻസും അതുവഴി നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതാണ് ഡെപ്ത് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഡെപ്ത് പെർസെപ്ഷൻ റെഫേഴ്സ് ടു വൺസ് എബിലിറ്റി ടു പെർസീവ് ദ വേൾഡ് ഇൻ 3 dimensions and thus enabling us to judge the distance of an object. നമ്മുടെ എൻവയോൺമെന്റിൽ നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളെയും ഒരു 3D വ്യൂവില് കാണാനും ഒപ്പം തന്നെ ആ ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് അങ്ങനെ മെഷർ ചെയ്യാനും അല്ലെങ്കിൽ പെർസീവ് ചെയ്യാനും നമുക്ക് കിട്ടുന്ന ആ ഒരു എബിലിറ്റിയാണ് ഡെപ്ത് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് പെർസെപ്ഷൻ, the process by which we determine the distance of an object is known as distance perception. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എത്രമാത്രമുണ്ട്, ആ ഒരു ഒബ്ജക്റ്റ് നമ്മളിൽ നിന്ന് എത്രമാത്രം ദൂരത്താണ് എന്ന് നമ്മൾ പെർസീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു എബിലിറ്റിയാണ് ഡിസ്റ്റൻസ് പെർസെപ്ഷൻ. മനസ്സിലായോ? അപ്പോൾ ഈ പറയുന്ന ഡെപ്ത് പെർസെപ്ഷനെയും ഡിസ്റ്റൻസ് പെർസെപ്ഷനെയും നമുക്ക് മനസ്സിലാക്കി തരുന്ന, അതായത് ആ ഡെപ്തും ഡിസ്റ്റൻസ് എല്ലാം മെഷർ ചെയ്യാനായിട്ട് മനസ്സിലാക്കി തരുന്ന 2 ക്യൂസ് ആണ്. ഏതൊക്കെയാ? മോണോക്കുലാർ ക്യൂസ്, അതുപോലെ തന്നെ ബൈനോക്കുലാർ ക്യൂസ്. അപ്പോൾ ഈ 2 ക്യൂസ് ആണ് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിന് ഡിസ്റ്റൻസ് എത്രമാത്രമുണ്ട്, അതിന് ഡെപ്ത് എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന 2 ക്യൂസ്. അപ്പോൾ എന്താണ് മോണോക്കുലാർ ക്യൂസ്? These are those information or cues that our brain receives from one eye only. അതായത് ഒരു കണ്ണിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ ബ്രെയിനിന് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ക്യൂസ് ആണ് മോണോക്കുലാർ ക്യൂസ്. ഓക്കെ, നമ്മളൊരു ഒബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു കണ്ണിൽ കൂടെ മാത്രം നമ്മുടെ ഐസ് റിസീവ് ചെയ്യുന്ന കാര്യങ്ങൾ ബ്രെയിന് പറഞ്ഞു കൊടുക്കുന്നതാണ് മോണോക്കുലാർ ക്യൂസ്. ബൈനോക്കുലാർ ക്യൂസോ? The cues that we receive from both eyes are known as binocular cues. ഒരു ഒബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ 2 കണ്ണിൽ കൂടെയും കിട്ടുന്ന ഇൻഫർമേഷൻ ബ്രെയിന് പാസ് ചെയ്യുന്നതാണ് ബൈനോക്കുലാർ ക്യൂസ്. ഈ 2 ക്യൂസ് ആണ് നമുക്ക് ഡിസ്റ്റൻസ് പെർസെപ്ഷനെയും അതുപോലെ തന്നെ ഏതൊരു പെർസെപ്ഷൻ ആയിക്കോട്ടെ, ഡിസ്റ്റൻസ്, ഡെപ്ത്, എന്ത് പെർസെപ്ഷൻ ആയിക്കോട്ടെ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ക്യൂസ്. അപ്പോൾ ഏതൊക്കെയാണ് മോണോക്കുലാർ ക്യൂസ് എന്ന് നോക്കാം. മോണോക്കുലാർ ക്യൂസ് 6 എണ്ണമാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. റിലേറ്റീവ് സൈസ്, ടെക്സ്ചർ ഗ്രേഡിയന്റ്, ഏരിയൽ പെർസ്പെക്റ്റീവ്, ലീനിയർ പെർസ്പെക്റ്റീവ്, ഇന്റർപൊസിഷൻ ആൻഡ് അക്കോമഡേഷൻ. ഇവിടെ ഒരു 1 eyed മീനിനെ കാണല്ലേ നമുക്ക്. അപ്പം അത് ഓർമ്മ വേണം. അപ്പൊ മോണോക്കുലർ, മോണോ എന്ന് പറഞ്ഞാൽ 1, അപ്പം ഒരു കണ്ണിൽ കൂടെ നമുക്ക് കിട്ടുന്ന ക്യൂസ് ആണ് മോണോക്കുലാർ ക്യൂസ്. 2 കണ്ണിൽ കൂടെ കിട്ടുന്ന ഇൻഫർമേഷൻസിനാണ് ബൈനോക്കുലാർ ക്യൂസ് എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മൾ പറഞ്ഞ എല്ലാ മോണോക്കുലാർ ക്യൂസും നോക്കാം. ബൈനോക്കുലാർ ക്യൂസിൽ 2 എണ്ണമാണ് വരുന്നത്, റെറ്റിനൽ ഡിസ്പാരിറ്റി ആൻഡ് കൺവേർജൻസ്. മോണോക്കുലാർ ക്യൂസിൽ 6 എണ്ണം വരുന്നുണ്ട് കേട്ടോ. റിലേറ്റീവ് സൈസ്, ടെക്സ്ചർ ഗ്രേഡിയന്റ്, ഏരിയൽ പെർസ്പെക്റ്റീവ്, ലീനിയർ പെർസ്പെക്റ്റീവ്, ഇന്റർപൊസിഷൻ ആൻഡ് അക്കോമഡേഷൻ. ഈ ക്യൂസ് ഒക്കെ പഠിച്ചു വെക്കുക. നമുക്ക് എസ് ആയിട്ടൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ക്യൂസ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ആദ്യത്തെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം ഫസ്റ്റ് നമ്മുടെ മോണോക്കുലാർ ക്യൂ ആണ് റിലേറ്റീവ് സൈസ്. എന്താണെന്ന് നോക്കിയാലോ.
If two objects are of the approximately similar size, then the object which is closer is perceived as larger. അതായത് ഇപ്പം ഈ ഒരു ഇമേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ പാരച്യൂട്ടും ഓരോ ഫ്ലൈയിങ് ബലൂൺസും സിമിലർ സൈസ് ആണല്ലേ, ഒരേ സൈസ് തന്നെയാണ് മൂന്നെണ്ണവും. പക്ഷേ ഈ അടുത്ത് കാണുന്നത് നമുക്ക് ക്ലോസർ ആയിട്ട് കാണുന്ന ഫ്ലൈയിങ് ബലൂൺ അല്ലെങ്കിൽ പാരച്യൂട്ട് നമുക്ക് ബിഗർ ആയിട്ട് തോന്നും. മറ്റ് പാരച്യൂട്ടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അടുത്തുള്ള പാരച്യൂട്ട് കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്. അതാണ് റിലേറ്റീവ് സൈസ്. അത് റിലേറ്റീവ് സൈസ് ആ പേരിൽ തന്നെയുണ്ട്. മറ്റുള്ള ഇമേജ് മറ്റുള്ള പാരച്യൂട്ടായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ സൈസ് എന്ന് പറയുന്നത് ഈ ഒരു പാരച്യൂട്ടിനെ വെച്ച് നോക്കുമ്പോൾ ചെറുതാണല്ലേ. ആ ചെറുതാവുന്നതോറും അത് ഒത്തിരി ദൂരത്താണ് എന്ന് നമ്മൾ പെർസീവ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ അടുത്തോട്ട് വരുന്നതോറും ഓരോ ഒബ്ജക്റ്റ് നമ്മുടെ അടുത്തോട്ട് വരുന്നതോറും നമ്മളത് വലുതായിട്ടാണ് പെർസീവ് ചെയ്യുന്നത്. അതാണ് റിലേറ്റീവ് സൈസ്. ഇപ്പൊ വേറൊരു ഇമേജ് കണ്ടോ, ഈ ബോൾസുകൾ. ഈ ബോൾസിൽ ഇതെല്ലാം സിമിലർ സൈസ് ആണെന്ന് നമുക്കറിയാം അല്ലേ. പക്ഷെ നമ്മുടെ അടുത്ത് കാണുന്ന ഈ ഒരു ബോൾ മാത്രം നമ്മൾ വലുതായിട്ട് പെർസീവ് ചെയ്യുന്നു. അതാണ് റിലേറ്റീവ് സൈസ് എന്ന് പറയുന്ന മോണോക്കുലാർ ക്യൂ. ഇനി നെക്സ്റ്റ് മോണോക്കുലാർ ക്യൂ ആണ് ടെക്സ്ചർ ഗ്രേഡിയന്റ്. എന്താണെന്ന് നോക്കാം. The texture of the objects which are nearer to our eyes are rough or distinct, but as you move further away from it, the texture of the object will become less distinct or smooth and thus suggesting the perception of more distance. അതായത് ഇപ്പൊ ഈ ഒരു ഇമേജ് നോക്കി, കുറേ ഫ്ലവേഴ്സിന്റെ ഒരു തോട്ടം. അതിൽ നമുക്ക് അടുത്ത് കാണുന്ന ഫ്ലവേഴ്സ് എന്നൊക്കെ പറയുന്നത് കുറച്ച് റഫായിട്ട് നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാം അല്ലെ. പക്ഷെ അങ്ങ് ദൂരത്തോട്ട് പോകുന്നവരും ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫ്ലവർ ഗാർഡൻ അല്ലെങ്കിൽ ഒരു ഫ്ലവർ പാടം പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള കാര്യങ്ങൾ നമ്മൾ റഫും ഡിസ്റ്റിങ്റ്റും ആയിട്ടാണ് പെർസീവ് ചെയ്യുന്നത്. പക്ഷെ ആ ഓരോന്നും നമ്മുടെ ദൂരത്തോട്ട് പോകുന്തോറും അതെന്താ സ്മൂത്ത് ആയിട്ട് കാണുന്നു. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ഒത്തിരി ദൂരത്താണ്, നല്ല ദൂരത്താണ്. ഇപ്പൊ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ആ ദൂരത്തോട്ട്, അതായത് ഈ നമുക്ക് അത്ര ഫ്ലവേഴ്സ് ഒന്നും കാണാൻ പറ്റാത്ത സ്ഥലമൊക്കെ നോക്കി അത് ഒത്തിരി ദൂരത്തോട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന പോലെയല്ലേ നമ്മൾ പെർസീവ് ചെയ്യുന്നത്. അതാണ് ടെക്സ്ചർ ഗ്രേഡിയന്റ്. ടെക്സ്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ പെർസീവ് ചെയ്യുന്നതാണ് ടെക്സ്ചർ ഗ്രേഡിയന്റ്. അതുപോലെ തന്നെ ഈ ഒരു പാടം നോക്കി, ഈ അടുത്ത പുല്ലുകളൊക്കെ നമുക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം, നല്ല റഫ് ആയിട്ടൊക്കെ ഇരിക്കണം. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു സ്മൂത്ത് ആയിട്ടല്ലേ വരുന്നത്. അപ്പം അത് ഒത്തിരി ദൂരത്തോട്ടുണ്ടെന്ന് നമ്മൾ പെർസീവ് ചെയ്യുന്നതിനെയാണ് ടെക്സ്ചർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് മോണോക്കുലർ ക്യൂ ആണ് ഏരിയൽ പെർസ്പെക്റ്റീവ്. അതായത് ഒബ്ജക്റ്റ് ആർ പെർസീവ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് വെൻ ദർ ഈസ് എ ഹെയ്സ് ഇൻ ദി എൻവയോൺമെന്റ്. അതായത് മഞ്ഞ്. ഇപ്പൊ നമ്മൾ ഒരു മലയിലേക്കൊക്കെ നോക്കുമ്പോൾ മഞ്ഞുണ്ടെങ്കിലും അത് ഒത്തിരി ഡിസ്റ്റന്റ് ആയിട്ട് ഒത്തിരി ദൂരത്താണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. അതാണ് ഹെയ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ മലകളൊക്കെ കണ്ടോ, ഇവരൊക്കെ അടുത്ത് തന്നെ ആയിരിക്കാം, പക്ഷെ ഈ മഞ്ഞുള്ളതുകൊണ്ട് നമ്മളത് ഒത്തിരി ദൂരത്തോട്ടാണ് എന്ന് പെർസീവ് ചെയ്യുന്നതിനെയാണ് ഏരിയൽ പെർസ്പെക്റ്റീവ് ഓർ ഹെയ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്യൂ ആണ് ലീനിയർ പെർസ്പെക്റ്റീവ്. This Q is based on the convergence of straight lines at a point on the horizon. This Q suggests that closer the lines are, the greater will be the distance. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ ട്രാക്കാണ്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ലൈൻസ് നല്ല ക്ലിയർ ആയിട്ട് കാണാം അല്ലേ. പക്ഷെ ദൂരത്തോട്ട് പോകുമ്പോൾ ഈ ലൈൻസ് കൺവേർജ് ചെയ്യുന്നതായിട്ട് അത് കൂട്ടിമുട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. അപ്പൊ അങ്ങനെ തോന്നും തോറും ആ റെയിൽവേ പാളം, അതായത് ആ ട്രാക്ക് അത്രയും ദൂരത്തായിട്ടാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത്. അതായത് ആ ലൈൻസ് കൺവേർജ് ചെയ്യുന്നതിനനുസരിച്ച് ആ സ്ട്രെയിറ്റ് ലൈൻസ് ഇങ്ങനെ കൂട്ടിമുട്ടുന്ന പോലെ നമുക്ക് തോന്നണം അവിടെ നിന്ന് തുടങ്ങി അത് അത്രയും ദൂരത്തോട്ടുണ്ട് എന്ന് നമ്മൾ പെർസീവ് ചെയ്യുന്ന ആ ഒരു മോണോക്കുലർ ക്യൂ ആണ് എന്ത്, ലീനിയർ പെർസ്പെക്റ്റീവ്. അതായത് സ്ട്രെയിറ്റ് ലൈൻസ് കൺവേർജ് ചെയ്യുന്തോറും നമുക്കത് അത്രയും ദൂരത്താണ്, നല്ല ഡിസ്റ്റൻസിലാണ് അതുള്ള എന്ന് ഫീൽ ചെയ്യുന്ന ക്യൂ ആണ് എന്ത്, ലീനിയർ പെർസ്പെക്റ്റീവ്. മറക്കരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇന്റർപൊസിഷൻ. When two objects are overlapped, then the object which has been overlapped or obscured will be perceived as further away than the overlapping object. അതായത് ഇപ്പൊ രണ്ട് ഒബ്ജക്ട്സിനെ നമ്മൾ ഓവർലാപ്പ് ചെയ്യണം. അതായത് ഇപ്പൊ ഈ മൂന്ന് കുതിരയുടെ മേളിൽ ഈ ഒരു കുതിര ഓവർലാപ്പ് ചെയ്തല്ലേ വന്നിരിക്കുന്നത്. ഇപ്പം കുറച്ചും കൂടി ഇത് നോക്കിയേ. ഇപ്പൊ ഈ രണ്ട് മലേനെ ഓവർലാപ്പ് ചെയ്തത്, അതായത് അതിന്റെ മേളിൽ ആയിട്ട് നമുക്ക് ഈ ഒരു മല ഫീൽ ചെയ്യും അല്ലേ.
അപ്പോൾ ഈ ഓവർലാപ്പ് ചെയ്യപ്പെട്ട ഇത് നമ്മളെക്കാളും കുറച്ചുകൂടി ദൂരത്താണ് എന്ന് നമ്മൾ പെർസീവ് ചെയ്യുന്നു. ആ ഓവർലാപ്ഡ്. അപ്പൊ ഈ ഒരു കുതിരയുടെ നോക്കിയേ, ഈ ഒരു കുതിര മറ്റുള്ള കുതിരയെക്കാളും അപേക്ഷിച്ച് നമുക്ക് അടുത്തായിട്ട് ഫീൽ ചെയ്യും. മറ്റു കുതിരകൾ നമ്മളെക്കാളും ഒത്തിരി ദൂരത്താണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നതിനാണ് ഇന്റർ പൊസിഷൻ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പെർസീവ് ചെയ്യുന്ന ക്യൂ ആണ് എന്ത്, ഇന്റർ പൊസിഷൻ. അതായത് the object which has been overlapped, അതായത് ഓവർലാപ്പ് ചെയ്യപ്പെട്ട ഒബ്ജക്ട്സ് will be perceived as farther away, അതായത് അവർ ഒത്തിരി ദൂരത്താണ് എന്ന് നമ്മൾ പെർസീവ് ചെയ്യുന്നു than the overlapping object, അതായത് ഓവർലാപ്പ് ചെയ്ത ഒബ്ജക്റ്റിനേക്കാളും. അപ്പൊ ഈ ഓവർലാപ്പ് ചെയ്ത ഒബ്ജക്റ്റിനേക്കാളും ദൂരത്താണ് ഓവർലാപ്പ് ചെയ്യപ്പെട്ട ഒബ്ജക്ട്സ് എന്നായിട്ടാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നതെന്നാണ് ഇന്റർപൊസിഷൻ എന്ന ക്യൂ നമ്മളോട് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന മോണോക്കുലർ ക്യൂ ആണ് അക്കോമഡേഷൻ. ഇറ്റ് ഈസ് നോൺ ആസ് അക്കോമഡേഷൻ ബിക്കോസ് ദ സൈസ് ഓഫ് അവർ ലെൻസസ് accommodates themselves based on the distance. Our lenses becomes thicker when an object lies closer to our eyes, while it becomes thinner when an object lies at a distance. അതായത് ഇപ്പൊ നമ്മളൊരു ഒബ്ജക്റ്റിനെ നോക്കുകയാണല്ലേ, അടുത്തുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിലോ നമ്മുടെ ഐസിന്റെ ലെൻസ് വലുതാവും, തിക്കറാവും എന്നാണ് പറയുന്നത്. ദൂരത്തുള്ള ഒബ്ജക്റ്റ് ആണെങ്കിലോ നമ്മുടെ ഐസിന്റെ ലെൻസ് തിന്നർ ആയിട്ടായിരിക്കും എന്നാണ് ഈ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അക്കോമഡേഷൻ എന്ന് പറഞ്ഞ ക്യൂ പറയുന്നത്. അതായത് തിന്നർ ആവും തോറും അതിന്റെ ദൂരം കൂടുതലായിട്ടാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അതായത് നമ്മളിപ്പം അറ്റത്തുള്ള ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ ലെൻസിന്റെ ആ ഒരു ഇത് തിന്നായിരിക്കും. പക്ഷെ നമ്മൾ വളരെ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റ് നോക്കുമ്പോഴോ നമ്മുടെ ലെൻസ് തിക്കർ ആയിരിക്കും. അപ്പൊ ആ ഒബ്ജക്റ്റ് അടുത്തുള്ള പോലെയും ആ ലെൻസ് തിന്നർ ആകുമ്പോൾ ഒബ്ജക്റ്റ് ദൂരെയുള്ള പോലെയുമാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നതെന്നാണ് അക്കോമഡേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മോണോക്കുലർ ക്യൂസ്. ഏതൊക്കെയാണ് വിത്ത് എക്സാമ്പിൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ബൈനോക്കുലർ ക്യൂസിലോട്ട് വരണം. ബൈനോക്കുലർ ക്യൂസിൽ നമ്മൾ 2 ക്യൂസ് ആണ് മെൻഷൻ ചെയ്തത്. ഏതൊക്കെയാ? ഒന്ന് റെറ്റിനൽ ഡിസ്പാരിറ്റി, അതുപോലെ തന്നെ 2 കൺവേർജൻസ്. എന്താണെന്ന് നോക്കാം. റെറ്റിനൽ ഡിസ്പാരിറ്റി. ഇപ്പൊ ബൈനോക്കുലർ ക്യൂസ് എന്ന് പറഞ്ഞാൽ 2 കണ്ണിൽ കൂടെയും നമുക്ക് നമ്മുടെ ബ്രെയിന് കിട്ടുന്ന ഇൻഫോർമേഷൻ ആണ് ബൈനോക്കുലർ ക്യൂസ്. അതിൽ വരുന്ന ഒന്നാമത്തെയാണ് റെറ്റിനൽ ഡിസ്പാരിറ്റി. അതായത് we humans have 2 eyes separated by the distance of average 6.3 centimeter. Therefore, the retinal image of the same object differs slightly from each other. The closer an object is to eyes, greater will be the difference in its retinal image. അതായത് നമുക്ക് നമ്മുടെ എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും 2 ഐസ് ഉണ്ട് അല്ലെ, 2 കണ്ണുകളുണ്ട്. ആ 2 കണ്ണുകളുടെ ഡിസ്റ്റൻസ്, അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6.3 സെന്റിമീറ്റർ ആണ്. അതായത് അവർ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് 6.3 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ഐസും, അതായത് ഇപ്പൊ ലെഫ്റ്റ് ഐ ഫോം ചെയ്യുന്ന റെറ്റിനൽ ഇമേജും റൈറ്റ് ഐ ഫോം ചെയ്യുന്ന റെറ്റിനൽ ഇമേജും രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പം ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ നമ്മളൊരു ഒബ്ജക്റ്റ് നോക്കി കഴിയുമ്പോൾ ലെഫ്റ്റ് ഐ ഫോം ചെയ്യുന്നതും റൈറ്റ് ഐ ഫോം ചെയ്യുന്ന ഇമേജും ഡിഫറെന്റ് ആണ്. ഈ രണ്ട് ഐസിന്റെയും ആ ഒരു ഇമേജസിന്റെ റെറ്റിനൽ ഡിസ്പാരിറ്റി, ആ ഒരു ഡിഫറൻസ് നോക്കിയിട്ട് ബ്രെയിൻ ഒരൊറ്റ ഇമേജ് ആയിട്ട് നമുക്കത് മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ തമ്പ് വെച്ച് നോക്കുക. എന്നിട്ട് ലെഫ്റ്റ് ഐ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് റൈറ്റ് ഐ കൊണ്ട് നോക്കുക. അതുപോലെ തന്നെ തമ്പ് നീക്കാതെ റൈറ്റ് ഐ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ലെഫ്റ്റ് ഐ വെച്ച് നോക്കുക. 2 ഐയും ഫോം ചെയ്യുന്ന ഇൻഫർമേഷൻ വളരെ വ്യത്യസ്തമായിരിക്കും. ഇവിടെ കണ്ടോ, ഇതുപോലെ ഇരിക്കും. അതായത് ലെഫ്റ്റ് ഐ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഏകദേശം, അതായത് ആ ഒബ്ജക്റ്റിന് നടുക്ക് ഇങ്ങനെ ആയിരിക്കും കാണുക. പക്ഷെ റൈറ്റ് ഐ വെച്ച് നോക്കുമ്പോൾ ആ ഒബ്ജക്റ്റ് കുറച്ച് അങ്ങോട്ട് നീങ്ങിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഈ 2 ഐയുടെയും ഫോം ചെയ്യുന്ന റെറ്റിനൽ ഇമേജിന്റെ ഡിഫറൻസ് നോക്കിയിട്ടായിരിക്കും ബ്രെയിൻ ഒരൊറ്റ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് റെറ്റിനൽ ഡിസ്പാരിറ്റി ഓക്കെ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് വരുന്നതാണ് കൺവേർജൻസ്. കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ our eyes make an angle while focusing on an object known as convergence angle.
Convergence angle for distant and nearby objects are different. When an object is at a distance, our eyes make smaller convergence angle. But when an object is closer to our eyes, our eyeballs rotate inwards and form larger convergence angle. അതായത് അത് മനസ്സിലായി. ഇപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഐസ് ഇൻവേർഡ് ആയിട്ട് ഇപ്പം ഈ കുട്ടി കണ്ടോ, നമ്മളിങ്ങനെ ഫിംഗറിലോട്ട് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഐസ് ഉള്ളിലോട്ട് ഇങ്ങനെ വരും. അപ്പൊ എന്ന് പറയുന്ന കൺവെർജൻസ് ആംഗിൾ വലുതാണ്. പക്ഷെ ദൂരത്തോട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ നോക്കുന്നെങ്കിലോ കൺവെർജൻസ് ആംഗിൾ അവിടെ ചെറുതാണ്. അപ്പോൾ കൺവെർജൻസ് ആംഗിൾ ചെറുതാവും തോറും നമ്മൾ ആ ഒബ്ജക്റ്റ് അത്രയും ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പെർസീവ് ചെയ്യുന്നത്. കൺവെർജൻസ് ആംഗിൾ വലുതാവുമ്പോൾ ആ ഒബ്ജക്റ്റ് നമ്മളോട് അത്രയും അടുത്തായിട്ടാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നതെന്നാണ് ബൈനോക്കുലർ ക്യൂ ആയിട്ടുള്ള കൺവെർജൻസ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ക്യൂസ് ആയിട്ട് പഠിക്കാനുള്ളത്. മോണോക്കുലർ ക്യൂസും ഉണ്ട്, ബൈനോക്കുലർ ക്യൂസും ഉണ്ട്. മോണോക്കുലറിൽ നമുക്ക് 6 ക്യൂസ് പഠിക്കാനുണ്ട്, അതുപോലെ ബൈനോക്കുലറിൽ 2 വരുന്നുണ്ട്. നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് മൂവ്മെന്റ് പെർസെപ്ഷൻ. മൂവ്മെന്റ് പെർസെപ്ഷൻ ഈസ് അവർ എബിലിറ്റി ടു ജഡ്ജ് ദ ഡിറക്ഷൻ ആൻഡ് സ്പീഡ് ഓഫ് എ മൂവിങ് ഓബ്ജക്റ്റ്. ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസും അതുപോലെ തന്നെ സ്പീഡും നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആരാണ്? ഈ മൂവ്മെന്റ് പെർസെപ്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ റോഡിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ കാറ് നമ്മുടെ അടുത്തോട്ടാണോ വരുന്നതെങ്കിൽ കാറ് അങ്ങോട്ട് പോവാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി തരുന്നത് ആരാണ്? ഈ മൂവ്മെന്റ് പെർസെപ്ഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഫാക്ടേഴ്സ് ദാറ്റ് കോസ് മൂവ്മെന്റ് പെർസെപ്ഷൻ. എന്തൊക്കെയാണ് ഈ മൂവ്മെന്റ് പെർസെപ്ഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. 1 റെറ്റിനൽ മോഷൻ, 2 മോഷൻ ആഫ്റ്റർ ഇഫക്റ്റ്, ദെൻ ഇൻഡ്യൂസ്ഡ് മൂവ്മെന്റ്, അതുപോലെ തന്നെ അപ്പാരന്റ് മൂവ്മെന്റ് ഓർ സ്ട്രോബോസ്കോപ്പിക് വിഷൻ. റെറ്റിനൽ മോഷൻ എന്താണ്? റെറ്റിനൽ മോഷൻ എന്ന് നമുക്ക് നോക്കാം. റെറ്റിനൽ മോഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ റെറ്റിനയിലുള്ള ഇമേജും അതുപോലെ തന്നെ മൂവ് ചെയ്യാണ്. ഓക്കെ, അതായത് നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുമ്പോൾ അതിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ വിഷ്വൽ ന്യൂറോൺസ് നമ്മുടെ ഐസിലുണ്ട്. ഓക്കെ, സ്പെഷ്യൽ വിഷ്വൽ ന്യൂറോൺസ് ഉണ്ട്. അപ്പം ഇതാണ് നമ്മൾ ആ മൂവ്മെന്റ്, അതുപോലെ തന്നെ ആ ഒരു ഒബ്ജക്റ്റ് നീങ്ങുന്നതിന്റെ ഡയറക്ഷൻ, ഇതൊക്കെ പെർസീവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം റെറ്റിനൽ മോഷൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് നമ്മളൊരു മൂവിങ് ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ നമ്മുടെ റെറ്റിനയിൽ ഫോം ചെയ്യുന്ന ഇമേജും ഒപ്പം തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? അതിൻ്റെ മോഷൻ അതുപോലെ തന്നെ ഡിറക്ഷൻ ഒക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫാക്ടറാണ് മോഷൻ ആഫ്റ്റർ ഇഫക്റ്റ്. അതായത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ ഗേസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, കുറേ നേരം ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ തന്നെ നോക്കിയിരുന്നിട്ട് അത് കഴിഞ്ഞ ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റ്, അതായത് മൂവ് ചെയ്യാത്തൊരു ഒബ്ജക്റ്റിലോട്ട് നമ്മുടെ വിഷൻ മാറ്റുമ്പോൾ ആ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ഇപ്പൊ നേരത്തെ മൂവ് ചെയ്ത ഒബ്ജക്റ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന പോലെ നമ്മൾ പെർസീവ് ചെയ്യുന്നതാണ് ഈ മോഷൻ ആഫ്റ്റർ ഇഫക്റ്റ് എന്നുള്ള പോയിന്റ് പറയുന്നത്. ഓക്കെ, അപ്പം അതും നമ്മളെ മൂവ്മെന്റ് പെർസെപ്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇൻഡ്യൂസ്ഡ് മൂവ്മെന്റ്. ഇൻഡ്യൂസ്ഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ when small stationary body is surrounded by larger moving body, then smaller body is perceived to move in the direction opposite to the larger body. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മോളർ സ്റ്റേഷനറി ബോഡി, അതായത് ഇപ്പം നമ്മൾ മൂൺ ചന്ദ്രനെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ലാർജർ മൂവിങ് ബോഡി അല്ലേ? നമ്മുടെ അതിന് ചുറ്റും ആരാണ്? നീങ്ങിക്കൊണ്ടിരിക്കുന്ന മേഘങ്ങളല്ലേ? അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ പെർസീവ് ടു മൂവ് ഇൻ ദ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ലാർജർ ബോഡി. അപ്പോൾ നമ്മൾ ആ ചന്ദ്രനെ എങ്ങനെ പെർസീവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് ഇൻ ദി ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ, അതായത് മൂൺ ആ മേഘങ്ങളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുമെന്നാണ് ഇൻഡ്യൂസ്ഡ് മൂവ്മെന്റ് പറയുന്നത്. അതായത് ഒരു ചന്ദ്രൻ സ്റ്റേഷനറി ആണെങ്കിൽ അതിന് ചുറ്റും മൂവ് ചെയ്യുന്ന ക്ലൗഡ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ആ ചന്ദ്രനെ നമ്മൾ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്ന? മേഘങ്ങൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചന്ദ്രൻ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക്
ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഇൻഡ്യൂസ്ഡ് മൂവ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പാരന്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ സ്ട്രോബോസ്കോപ്പിക് വിഷൻ. അതായത് ഇത് ആദ്യമായിട്ട് ഈ ഒരു ഫിനോമിനൻ കൊണ്ടുവന്നത് മാക്സ് വെർത്തിമർ ആണ്. നമ്മൾ ജെസ്റ്റാൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചില്ലേ, മാക്സ് വെർത്തിമർ. അദ്ദേഹമാണ് ഈ പറയുന്ന ഒരു ഫിനോമിനൻ കൊണ്ടുവന്നത്. അപ്പം ഈ ഒരു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു സ്റ്റിമുലസിനെ പെട്ടെന്ന് കാണിക്കുമ്പോൾ അതൊരു മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഫിലിമൊക്കെ, പഴയ കാലത്തെ ഫിലിമൊക്കെ എങ്ങനെയായിരുന്നു, നമ്മളിങ്ങനെ ഇമേജസ് അല്ലെ, ഓരോരോ ഫിലിമായി ഓരോരോ ചെറിയ ഇമേജസ്, ഷോർട്സ്, പിക്ചറുകളായിരുന്നു അല്ലെ, അത് പെട്ടെന്ന് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ചലിക്കുന്ന പോലെ ഫീൽ ചെയ്യും അല്ലെ. അതിന് ഉദാഹരണം മറ്റേ പൃഥ്വിരാജിന്റെ ഒരു പടം ഉണ്ടല്ലോ, അതിൽ കാണിക്കുന്നില്ലേ പഴയ കാലത്ത് എങ്ങനെയാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നുള്ളത്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ക്യാമറയൊന്നുമില്ല. അപ്പൊ നമ്മള് ഇങ്ങനെ ഓരോരോ പടങ്ങൾ എടുത്തിട്ട് ആ പടങ്ങൾ ഭയങ്കര സ്പീഡിൽ തന്നെ മൂവ് ചെയ്യിപ്പിക്കുന്നു. ഇപ്പം അന്നത്തെ കാലത്ത് CD-യിലൊക്കെ നമുക്കിങ്ങനെ ഒരു ഫിലിം, ഒരു ബ്ലാക്ക് കളർ ഫിലിം കാണുന്നു, അത് പെട്ടെന്ന് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴായിരുന്നു അത് ചലിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഒരു കഥ, ഒരു സിനിമയൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായത്. അപ്പൊ അതാണ് അപ്പാരന്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ സ്ട്രോബോസ്കോപ്പിക് വിഷൻ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ മൂവ്മെന്റ് പെർസെപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ്, അല്ലെങ്കിൽ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് സൈസ് പെർസെപ്ഷൻ. അവർ എബിലിറ്റി ടു ജഡ്ജ് ദ സൈസ് ഓഫ് ദ സ്റ്റിമുലൈ correctly even with the change in the distance has been യൂസിങ് 3 ഹൈപ്പോത്തീസിസ്. അതായത് സൈസ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് നമ്മൾ പെർസീവ് ചെയ്യും, അതിൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെ മാറിക്കോട്ടെ കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ സൈസ് അതേ രീതിയിൽ കറക്റ്റ്ലി പെർസീവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ എബിലിറ്റിനെയാണ് നമ്മൾ സൈസ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് 3 ഹൈപ്പോത്തീസിസിൻ്റെ കാര്യം ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ? ദ സൈസ് ഡിസ്റ്റൻസ് ഇൻവേരിയൻസ് ഹൈപ്പോത്തീസിസ്, ഫെമിലിയർ സൈസ് ഹൈപ്പോത്തീസിസ് ആൻഡ് ഡയറക്റ്റ് പെർസെപ്ഷൻ ഹൈപ്പോത്തീസിസ്. എന്താണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. സോ സൈസ് ഡിസ്റ്റൻസ് ഇൻവേരിയൻസ് ഹൈപ്പോത്തീസിസ്. ദ ബേസിക് പ്രിമിസ് ഓഫ് ദിസ് ഹൈപ്പോത്തീസിസ് ഈസ് ദാറ്റ് ദ പെർസീവ്ഡ് സൈസ് ഓഫ് എ സ്റ്റിമുലസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ പെർസീവ്ഡ് ഡിസ്റ്റൻസ്. അതിൻ്റെ ഇക്വേഷൻ ആട്ടോ ഈ കൊടുത്തിരിക്കേണ്ടത്. പെർസീവ്ഡ് സൈസ് ഇസ് പ്രൊപ്പോർഷണൽ ടു പെർസീവ്ഡ് ഡിസ്റ്റൻസ്, ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എഫ്. എഫ് എന്ന് പറയുന്നത് വിഷ്വൽ ആംഗിൾ. വിഷ്വൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മളൊരു ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ ഒരു ആംഗിൾ അവിടെ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ, അതിനാണ് വിഷ്വൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഇപ്പം നമ്മളൊരു ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പം റെറ്റിനൽ ഇമേജും നമുക്കറിയാമെന്ന് വെച്ചാൽ റെറ്റിനൽ ഇമേജും ഫോം ചെയ്തിട്ടുണ്ട്, ഡിസ്റ്റൻസും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ബ്രെയിൻ അതിൻ്റെ സൈസ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ആ റെറ്റിനൽ ഇമേജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ആ സൈസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പം ആ ഫോം ചെയ്ത റെറ്റിനൽ ഇമേജിൻ്റെ ബേസിസിലായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് അറിയത്തില്ല. ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് അറിയാം. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റ് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം ബ്രെയിൻ എങ്ങനെയാണ് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ഈ പറഞ്ഞ വിഷ്വൽ ആംഗിൾ ന്റെ ബേസിസിലായിരിക്കും. അതാണ് ഈ ഇക്വേഷൻ. അതായത് പെർസീവ്ഡ് സൈസ് ഇസ് പ്രൊപ്പോർഷണൽ ടു പെർസീവ്ഡ് ഡിസ്റ്റൻസ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് അല്ലെങ്കിൽ വിഷ്വൽ ആംഗിൾ. അതാണ് സൈസ് ഡിസ്റ്റൻസ് ഇൻവേരിയൻസ് ഹൈപ്പോത്തീസിസ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫെമിലിയർ സൈസ് തിയറി ഓർ ക്യൂ. അതായത് ദിസ് ക്യൂ ഈസ് യൂസ്ഡ് ടു ജഡ്ജ് നോട്ട് ഓൺലി സൈസ് ബട്ട് ഓൾസോ ദ ഡിസ്റ്റൻസ് ആൻഡ് ഡെപ്ത് ഓഫ് ദ സ്റ്റിമുലൈ. Thus, according to this theory, familiar size influences our size perception, which in turn influences our distance perception. അതായത് ഇവിടെ എന്ന് പറയുന്നത് സൈസ് മാത്രമല്ല, സൈസ് പെർസീവ് ചെയ്യാൻ മാത്രമല്ല, ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഡെപ്ത് പെർസെപ്ഷനെയും ഈ ഫെമിലിയർ സൈസ് തിയറി നമുക്ക് പെർസീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഫെമിലിയർ സൈസ്, അതായത് നമ്മൾ മുമ്പേ കൂട്ടി ഇപ്പം ഓരോ ഒബ്ജക്ട്സിനെ നമ്മൾ ആദ്യമായിട്ട് അല്ലാണ്ട് നമ്മൾ കാണുന്ന ഒബ്ജക്ട്സുകളൊക്കെ ഉണ്ടാവില്ല. അപ്പം ബ്രെയിൻ ഓൾറെഡി ആ ഒബ്ജക്ട്സിന്റെ സൈസ് അറിയായിരിക്കും. ബ്രെയിൻ ആ ഒബ്ജക്ട്സിന്റെ സൈസ് ഫെമിലിയർ ആയിരിക്കും അല്ലേ. അപ്പം അത് നമ്മുടെ ഈ മൂവ്മെന്റ് പെർസെപ്ഷന് അല്ല സൈസ് പെർസെപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ലാസ്റ്റ് ഇതാണ് തിയറി ഓഫ് ഡയറക്റ്റ് പെർസെപ്ഷൻ.
അതായത് ഇത് പ്രപ്പോസ് ചെയ്തത് ജിപ്സൺ ആണ് in 1979. His ideas regarding size perception were summarized by Epstein. Epstein ആണ് പിന്നീട് ഇദ്ദേഹത്തിന്റെ തിയറി കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്തത്. മെയിൻ ആയിട്ട് ഈ തിയറിയിൽ പറയുന്നത് there is no perceptual representation of size correlated with the retinal size of the object. അതായത് ഇവിടെ perceptual representation of size ഇല്ല എന്നാണ് പറയുന്നത് with respect to the retinal size of the object. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേന്ന് പറയുന്നത് perceived സൈസും perceived ഡിസ്റ്റൻസും ഇൻഡിപെൻഡന്റ് ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമ്മൾ പറഞ്ഞു perceptual representation of size ഇല്ല with respect to retinal image formed. അതുപോലെ തന്നെ perceived സൈസും perceived ഡിസ്റ്റൻസും ഇൻഡിപെൻഡന്റ് ആണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് perceived സൈസും perceived ഡിസ്റ്റൻസും are not causally linked and the perception of the size mediated by the operations combining information about retinal size and perceived distance. ഇതെന്താണെന്ന് ജസ്റ്റ് ആ 3 പോയിന്റ് ഒന്ന് നോക്കി വയ്ക്കുക. ആദ്യത്തേന്ന് പറഞ്ഞാൽ no perceptual representation of size with respect to retinal image formed. രണ്ടാമത്തെ perceived സൈസും perceived ഡിസ്റ്റൻസും ഇൻഡിപെൻഡന്റ് ആണ്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ perceived സൈസും perceived ഡിസ്റ്റൻസും are not causally linked. ഓക്കെ, അതാണ് തിയറി ഓഫ് ഡയറക്റ്റ് പെർസെപ്ഷൻ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇറേഴ്സ് ഇൻ പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് വരാണ്. അപ്പോൾ പെർസെപ്ഷൻ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലേ? അപ്പം ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പ്രോസസ്സാണ് പെർസെപ്ഷൻ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ എപ്പോഴും നമ്മൾ കറക്റ്റ്ലി തന്നെ എല്ലാ സ്റ്റിമുലസിനെയും പെർസീവ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോ മിസ്റ്റേക്സ് വരാം. അതാണ് ഇറേഴ്സ് ഇൻ പെർസെപ്ഷൻ. ഓക്കെ, നമുക്ക് 2 ഇറേഴ്സ് ആണ് പഠിക്കാനുള്ളത്, ഇലൂഷൻ ആൻഡ് ഹാലൂസിനേഷൻ. ഈ ഇലൂഷൻ ഹാലൂസിനേഷൻ രണ്ടിൻ്റെ ഡിഫറൻസ് എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. അത് അങ്ങോട്ട് ഇങ്ങോട്ട് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നൊരു 2 ടോപ്പിക്സ് ആണ്. അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകും, നല്ലൊരു കൺഫ്യൂസിങ് ടോപ്പിക്സ് ആണ്. അപ്പം എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പം ഇലൂഷൻ എന്താ? Illusion is a false perception. Here, an individual perceives a stimulus incorrectly. അതായത് ഇലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിമുലസ് ഉണ്ട്. ആ ഒരു സ്റ്റിമുലസ് നമ്മൾ തെറ്റായിട്ട് മനസ്സിലാക്കുക, ഇൻകറക്റ്റ്ലി പെർസീവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇലൂഷൻ. ഓക്കെ, ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ കയറ് കാണുമ്പോൾ പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് പേടിക്കുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ഒരു സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്താ? ആ കയറാണല്ലേ. കയറിനെ നമ്മൾ പാമ്പായിട്ട് മനസ്സിലാക്കുന്നു. അതാണ് ഇലൂഷൻ. ഓക്കെ, ഇനി ഹാലൂസിനേഷനിലേക്ക് വരാണെങ്കിൽ sometimes we come across instances where the individual perceives some stimulus even when it is not present. Hallucination എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റിമുലസ് ആബ്സെന്റ് ആണ്. ഇലൂഷനിൽ സ്റ്റിമുലസ് ഉണ്ട്, പക്ഷെ നമ്മൾ തെറ്റായിട്ട് പെർസീവ് ചെയ്യുന്നതാണ് ഇലൂഷൻ. പക്ഷെ ഹാലൂസിനേഷനിൽ സ്റ്റിമുലസ് ഇല്ല. നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നു, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നു, ഇല്ലാത്ത സ്മെല്ലുകൾ നമുക്ക് കിട്ടുന്നു. ഇതൊക്കെയാണ് ഹാലൂസിനേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പെർസീവ് stimulus even when it is not present. സ്റ്റിമുലസ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ആ സ്റ്റിമുലസ് ഉള്ള പോലെ പെർസീവ് ചെയ്യുന്നു. അതാണ് ഇല്ലാത്ത സൗണ്ടുകൾ. അത് ഓഡിറ്ററി ആവാം, വിഷ്വൽ ആകാം, ഗസ്റ്റേറ്ററി ആവാം, പല ടൈപ്പ് ഓഫ് ഹാലൂസിനേഷൻസും ഉണ്ട്. അപ്പൊ ആ ഡിഫറൻസ് പിടിയിട്ടില്ലോ. ഇലൂഷൻസിലാണെങ്കിൽ സ്റ്റിമുലസ് ഉണ്ട്, പക്ഷെ നമ്മൾ തെറ്റായിട്ട് മനസ്സിലാക്കുക, കയറിനെ പാമ്പായിട്ട് മനസ്സിലാക്കുന്നതാണ് ഇലൂഷൻ. ഹാലൂസിനേഷൻ ആണെങ്കിൽ സ്റ്റിമുലസ് ഇല്ല, ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ള പോലെ നമ്മൾ പെർസീവ് ചെയ്യുന്നതാണ് ഹാലൂസിനേഷൻ. ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നു, പാട്ട്, സൗണ്ട്, അതൊക്കെയാണ് ഹാലൂസിനേഷൻ. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് ഇലൂഷൻ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മുള്ളർ ലയർ ഇലൂഷൻ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൈൻസ് അപ്പിയർ ലോങ്സ്റ്റ്? ഇപ്പൊ ഈ 2 ലൈനിൽ ഏതാണ് നിങ്ങൾക്ക് വലിയ ലൈൻ എന്ന് തോന്നുന്നത്? ഈ ലൈനാണോ അതോ ഈ ലൈൻ? ഭൂരിഭാഗം പേർക്ക് ഈ ലൈൻ ആയിരിക്കും വലുതായിട്ട് തോന്നുന്നത് അല്ലെ. പക്ഷെ ഒന്ന് നോക്കി, 2 ലൈനും ഒരേ ലെങ്തിലാണ്. ഈ ഒരു ലൈനിന്റെ ആരോ, അതായത് ഈ പറയുന്ന ആരോ അകത്തോട്ട് പോയിന്റ് ചെയ്തതുകൊണ്ട് നമുക്കത് വലുതായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ആരോ ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നതുകൊണ്ട് നമുക്കത് വലുതായിട്ട് തോന്നുകയും ഇവിടെ അത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്കത് ചെറുതായിട്ട് തോന്നുകയും ചെയ്യുന്നു അല്ലേ. ശരിക്കും ഈ 2 ലൈൻസ് എന്ന് പറയുന്നത് ഈക്വൽ ലെങ്ത് ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ മുള്ളർ ലയർ ഇലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഒരു ടൈപ്പ് ഓഫ് ഇലൂഷൻ. നെക്സ്റ്റ് വരുന്നതാണ് പോൺസോ ഇലൂഷൻ. ഇപ്പൊ ഈ ഒരു ഇതിൽ നമുക്ക് 2 യെല്ലോ കളർ ലൈൻസ് കാണാം അല്ലെ. ഇതിൽ ഏത് ലൈനാ വലുതായിട്ട് തോന്നുന്നത്? ഏത് ലൈനാ ബിഗർ ഇൻ സൈസ്?
നമുക്ക് ഈ ലൈൻ ആയിട്ടായിരിക്കില്ലേ തോന്നുന്നത്, പക്ഷെ ഇതിൽ രണ്ട് ലൈൻസും ഈക്വൽ ആണ്. ഇങ്ങോട്ടേക്ക് വരുമ്പം ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനും കൺവേർജ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നത് കൊണ്ട് ഇത് കുറച്ചും കൂടി വലുതായിട്ട് നമ്മൾ പെർസീവ് ചെയ്യുന്നു. കാരണം അത് ദൂരത്തെ നമ്മൾ കുറച്ചുകൂടി വലുതായിട്ട് പെർസീവ് ചെയ്യുന്നു. അതാണ് പോൺസോ ഇല്യൂഷൻ. ഓക്കെ, പിന്നെ വരുന്നതാണ് എബിംഗോസ് ഇല്യൂഷൻ. ഈ രണ്ട് ഓറഞ്ച് സർക്കിളിൽ ഏതാ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നത്? ഇതായിരിക്കും അല്ലേ. പക്ഷെ രണ്ട് സർക്കിളും സിമിലർ ഇൻ സൈസ് ആണ്. കാരണം എന്താ, ഈ ഒരു ഓറഞ്ചിന്റെ ചുറ്റും വലിയ സർക്കിൾസ് കൊണ്ടുവന്നപ്പോൾ അത് ചെറുതായിപ്പോയി. അതേ സർക്കിളിന് ചുറ്റും ചെറിയ ചെറിയ സർക്കിൾ വന്നപ്പോൾ നമുക്കത് വലുതായിട്ട് പെർസീവ് ചെയ്യുന്നു. അതാണ് എബിംഗോസ് ഇല്യൂഷൻ. രണ്ടുപേരും സിമിലർ ആണ്, പക്ഷെ അതിന്റെ ചുറ്റും വ്യത്യാസം വന്നപ്പോൾ നമുക്കത് ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തു അല്ലേ. അതാണ് എബിംഗോസ് ഇല്യൂഷൻ. ഹെർമൻ എബിംഗോസ് ആണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എബിംഗോസ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കൈൻഡ് ഓഫ് ഇല്യൂഷൻ ആണ് ദ എയിംസ് റൂം ഇല്യൂഷൻ. അതായത് ഇപ്പൊ രണ്ടുപേരും ഒരു റൂമിന്റെ കോർണറിൽ നിൽക്കുമ്പോൾ ആ കോർണറിൽ നിൽക്കുന്ന ആള് കുറച്ചും കൂടി മറ്റേ ആളെക്കാളും വലുതായിട്ട് തോന്നും എന്നുള്ളതാണ് എയിംസ് റൂം ഇല്യൂഷൻ പറയുന്നത്. അപ്പൊ കോർണറിൽ നിൽക്കുമ്പോൾ ഒരു കോർണറിൽ നിൽക്കുന്ന ആൾ കുറച്ചും കൂടി മറ്റേ ആളെക്കാളും വലുതായിട്ട് സൈസ് ബിഗർ ഇൻ സൈസ് ആയിട്ട് നമുക്ക് പെർസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് എയിംസ് റൂം ഇല്യൂഷൻ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് മൂൺ ഇല്യൂഷൻ. മൂൺ ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം നമ്മുടെ ഈ ഇല്യൂഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ മൂൺ വരും. ഇപ്പൊ രാത്രിയൊക്കെ നമ്മൾ ചന്ദ്രനെ നോക്കുമ്പോൾ നമ്മുടെ തലയുടെ തൊട്ട് മുകളിലാണ് മൂണെങ്കിൽ മൂൺ ചെറുതായിട്ട് തോന്നൂലേ. എന്നാൽ നമ്മുടെ നേരെ ഹൊറൈസണിൽ നമ്മുടെ നേരക്ക്, അതായത് അങ്ങേയറ്റത്തൊക്കെയാണ് മൂൺ നിൽക്കണമെങ്കിലോ നമുക്കത് വലിയ മൂണായിട്ട് ഫീൽ ചെയ്യും അല്ലേ. അതിനെയാണ് നമ്മൾ മൂൺ ഇല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഇല്യൂഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇല്യൂഷൻ നമ്മൾ പഠിച്ചു? ഫസ്റ്റ് മുള്ളർ ലയർ ഇല്യൂഷൻ. രണ്ട് ലൈൻസും സിമിലർ ഇൻ ലെങ്ത് ആണ്, പക്ഷെ നമുക്കിതിൽ ഈ ഒരു ലൈൻ വലുതായിട്ട് തോന്നുന്നതാണ് മുള്ളർ ലയർ ഇല്യൂഷൻ. പോൺസോ ഇല്യൂഷനിൽ രണ്ടും സിമിലർ ഇൻ സൈസ് ആണ്, പക്ഷെ ഈ ഒരെണ്ണം നമുക്ക് വലുതായിട്ട് ഫീൽ ചെയ്യുന്നു, അതാണ് പോൺസോ ഇല്യൂഷൻ. സെക്കൻഡ് വൺ തേർഡ് വൺ എബിംഗോസ് ഇല്യൂഷൻ. അതിൽ സ്മോളർ ഏതാണെന്ന് ചോദിച്ചാൽ ഇതായിട്ടാണ് നമുക്ക് പെർസീവ് ചെയ്യുന്നത്, പക്ഷെ രണ്ടും സിമിലർ ആണ്. പിന്നെ വരുന്ന എയിംസ് റൂം ഇല്യൂഷനിൽ കോർണറിൽ നിൽക്കുമ്പോൾ ഒരാൾ കുറച്ചും കൂടി മറ്റാളേക്കാളും വലുതായിട്ട് നമ്മൾ പെർസീവ് ചെയ്യുന്നതാണ് ദ എയിംസ് റൂം ഇല്യൂഷൻ. ദെൻ മൂൺ ഇല്യൂഷൻ, നമ്മുടെ ഓവർ ഹെഡ് മൂൺ വരുമ്പോൾ മൂൺ നമ്മൾ ചെറുതായിട്ട് പെർസീവ് ചെയ്യുന്നു, മറിച്ച് അത് നമ്മുടെ സൈഡിൽ അല്ലെങ്കിൽ ദൂരത്ത് ഹൊറൈസണിൽ കാണുമ്പോൾ നമുക്കത് വലുതായിട്ട് ഫീൽ ചെയ്യുന്നു, അതാണ് മൂൺ ഇല്യൂഷൻ. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? എന്തൊക്കെയാണ് ഡെപ്ത് പെർസെപ്ഷൻ പഠിച്ചു, ഡിസ്റ്റൻസ് പെർസെപ്ഷൻ പഠിച്ചു, അതുപോലെ തന്നെ മോണോക്കുലർ ക്യൂസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു, ബൈനോക്കുലർ ക്യൂസ്, അതുപോലെ തന്നെ മൂവ്മെന്റ് പെർസെപ്ഷൻ, സൈസ് പെർസെപ്ഷൻ, പിന്നെ ടൈപ്സ് ഓഫ് ഇല്യൂഷൻസ് അല്ലെ. ഇല്യൂഷൻ ഹാലുസിനേഷനിൽ ടൈപ്സ് ഓഫ് ഇല്യൂഷൻസ്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു എസ്സേ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് എന്ന് പറയുന്നത് ആ മോണോക്കുലർ ആൻഡ് ബൈനോക്കുലർ ക്യൂസ് പഠിച്ചു വെക്കുക. അതായത് ഏതൊക്കെ ക്യൂസ് ആണ് നമ്മളെ ഡെപ്ത് പെർസെപ്ഷൻ, ഡിസ്റ്റൻസ് പെർസെപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് അതും വരാം. അതുപോലെ തന്നെ ഇല്യൂഷൻസും പഠിച്ചു വെക്കുക. പിന്നെ മറ്റേ പെർസെപ്ഷൻ്റെയൊക്കെ ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പം ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പം താങ്ക് യു. നെക്സ്റ്റ് യൂണിറ്റ് ആയിട്ട് കാണാം.